ഹായ് ഹലോ. ഇന്ന് നമ്മൾ പുളിയിഞ്ചിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതാ 2 മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചുവന്ന മുളകും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചിയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ ഞാൻ നല്ല നാടൻ പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കറുപ്പ് കളറ് കുറച്ച് കുറവാണ്. കുറച്ച് ചുവന്ന കളറിലാണ് പുളിയിഞ്ചി കിട്ടിയിട്ടുള്ളത്. എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും ഇട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കുക. പുളി ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട് കേട്ടോ എടുത്ത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വറ്റിച്ചെടുക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മെല്ലെ തിളപ്പിച്ചെടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി നമുക്ക് ഇത് കുറച്ചൊരു കളറൊക്കെ മാറി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി ഒരു പാത്രത്തിൽ വെച്ചിട്ട് ശർക്കര ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ഇട്ട് ഒന്നും കൂടെ ഇളക്കുന്നുണ്ട്. ശർക്കര ഞാൻ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിയും ഇഞ്ചിയും ശർക്കരയും കൂടെ ആണല്ലോ നമ്മുടെ പുളിയിഞ്ചിയുടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി വറ്റി എല്ലാം ഒന്ന് കുറുകി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കായം നമ്മൾ ആദ്യമേ ചേർക്കേണ്ടതില്ല, അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇതാ കുറുകി വന്നിട്ടുണ്ട്. കുറേ നേരം ഇളക്കിയതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ആയി കിട്ടിയത്. ഇതിന് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇത് കുറുകി വരും. നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് തണുക്കാൻ വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ അധികം കുറുക്കിയെടുക്കാതെ ഈ ഒരു പരുവത്തിലാവുമ്പോൾ തന്നെ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് തീയൊക്കെ ഓഫ് ചെയ്ത് വെക്കുകയാണ്. പുളിയിഞ്ചി ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.
അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.